കർത്താവിൻ്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് പിന്നെയും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് വരുവാൻ ഒരവസരം കൂടെ കർത്താവ് നൽകിയതിന് നമുക്ക് നന്ദി പറയാം. മനുഷ്യരായ നമ്മുടെ ജീവിതത്തിൽ ധാരാളം പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെ നമുക്ക് തരണം ചെയ്യണമെങ്കിൽ ദൈവത്തിൻ്റെ കൃപ നമുക്ക് ആവശ്യമാണ്. നമ്മുടെ പ്രശ്നങ്ങൾ പല വിധത്തിലാണ് നമ്മെ തളർത്തുന്നത്. ആനയ്ക്ക് തടിഭാരം എങ്കിൽ ഉറുമ്പിന് അരിഭാരം. വ്യത്യസ്തമായ നിലകളിൽ ഭാരങ്ങളും വേദനകളും പ്രയാസങ്ങളും എല്ലാ മനുഷ്യജീവിതത്തിലുമുണ്ട്. അതിപ്പം സാധാരണ ഒരു മനുഷ്യനാണെങ്കിലും രാജ്യഭരണം നടത്തുന്ന രാജാവാണെങ്കിലും നിശ്ചയമായും അതിൻ്റെ അളവിൽ പ്രതിസന്ധികൾ എല്ലാവർക്കും ഉണ്ട്. ദാവീദ് താൻ രാജാവായിരിക്കുമ്പോൾ തന്നെ 61-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ദൈവമേ, എൻ്റെ നിലവിളി കേൾക്കണമേ, എൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ. എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും. എനിക്ക് അത്യുന്നതമായ പാറയെങ്കിലേക്ക് എന്നെ നടത്തണമേ എന്ന്. സ്തോത്രം. രാജാവായതുകൊണ്ട് വേദനകളും ബുദ്ധിമുട്ടും ഇല്ല എന്ന് അർത്ഥമില്ല. രാജാവിന് രാജാവിൻ്റെതായ അളവിലുള്ള എല്ലാ പ്രതികൂലങ്ങളുമുണ്ട്, പ്രതിസന്ധികളുമുണ്ട്. പക്ഷേ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്ന, ദൈവവിശ്വാസമുള്ള ഏതൊരു മനുഷ്യനും ചെയ്യുന്നത് പ്രതിസന്ധികളും വേദനകളും വരുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുക എന്നുള്ളതാണ്. ലോകമനുഷ്യൻ പ്രതികൂലങ്ങളെ നേരിടാൻ ധൈര്യമില്ലാതെ ആത്മഹത്യ ചെയ്യും. അങ്ങനെയുള്ള വാർത്തകൾ നമ്മൾ നിരന്തരം കാണുന്നുണ്ട്, കേൾക്കാറുണ്ട്. എന്നാൽ ദൈവഭക്തന്മാരും ദൈവമക്കളും തങ്ങളുടെ പ്രശ്നവുമായി ദൈവസന്നിധിയിലേക്ക് ഓടിച്ചെല്ലും. ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കും: കർത്താവേ, ഈ പ്രതിസന്ധിയിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. ഹല്ലേലൂയ, എനിക്ക് ശരണമായി അങ്ങ് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഹൃദയം ക്ഷീണിക്കും. ചില സാഹചര്യങ്ങളിൽ നമ്മൾ തളർന്നു പോകും. അപ്പോൾ ദൈവത്തോട് കരഞ്ഞു നിലവിളിച്ച് പ്രാർത്ഥിച്ചാൽ നമ്മളെ കർത്താവ് ബലപ്പെടുത്തും. ഞാൻ ഭൂമിയുടെ അറ്റത്തു നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും, എനിക്ക് അത്യുന്നതമായ പാറയെങ്കിലേക്ക് എന്നെ നടത്തണമേ എന്ന് ദാവീദ് പറഞ്ഞതുപോലെ നമുക്കും പ്രശ്നങ്ങൾ ഒട്ടും കുറവല്ല. പലതരത്തിലുള്ള പ്രതിസന്ധികൾ നമുക്കെല്ലാവർക്കും ഉണ്ട്. ആ പ്രതിസന്ധികളുടെ നടുവിൽ ഇന്ന് വരെ തളർന്നു പോകാൻ നമ്മളെ നിർത്തിയത് ദൈവത്തിൻ്റെ കൃപയാണ്. ആ കൃപ നമുക്ക് ഇനിയും ധാരാളം വേണം. ദൈവമേ, എന്നെ സഹായിക്കണമേ, എന്നെ ബലപ്പെടുത്തണമേ. എൻ്റെ മനസ്സും ഹൃദയവും എൻ്റെ ശരീരവും ഒക്കെ ക്ഷീണിക്കും. എന്നാൽ അങ്ങയുടെ കൃപയുണ്ടെങ്കിൽ ഈ അവസ്ഥയിൽ നിന്നെല്ലാം ഞാൻ പുറത്തു വരും. ദൈവത്തിൻ്റെ ശക്തിയാൽ ഒരു പുത്തൻ അഭിഷേകം ലഭിച്ച്, പുത്തൻ കൃപകൾ പ്രാപിച്ച് ഞാൻ അങ്ങയ്ക്ക് വേണ്ടി ഇനിയും ശോഭിക്കുവാൻ, ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ജീവിപ്പാൻ എന്നെ ശക്തനാക്കണമേ, എന്നെ ശക്തിയാക്കണമേ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് ഒന്നും അസാധ്യമല്ലല്ലോ. നമ്മെ കർത്താവ് സഹായിക്കും. മനസ്സ് ക്ഷീണിച്ചിരിക്കുന്ന ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഒട്ടും നിരാശപ്പെടേണ്ട. ദൈവം സഹായിക്കും. ഈ വചനം ധൈര്യം നിങ്ങൾക്ക് പകരും, നിങ്ങളെ ബലപ്പെടുത്തും. കർത്താവിൻ്റെ കൃപയാൽ എല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ, അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കരിസ്മ പ്രയർ മിനിസ്ട്രിയുടെ എല്ലാ പ്രാർത്ഥനയും പ്രിയപ്പെട്ടവരോടൊപ്പം ഉണ്ട്. നിങ്ങളെ കർത്താവ് സഹായിക്കും, അനുഗ്രഹിക്കും. ദൈവത്തിന് ആമേൻ. നാളിൽ നമുക്ക് നന്ദി കരയറ്റാം, സ്തോത്രം ചെയ്യും.